മനസ്സിൽ പറയുക, ആ ഭയങ്ങൾ എല്ലാം പോട്ടെ. ഇപ്പം നെഗറ്റീവ് ആയിരുന്നല്ലോ, ആ നെഗറ്റീവ് എല്ലാം പോട്ടെ എന്ന് മനസ്സിൽ പറയാം. പേടിയൊന്നുമില്ലല്ലോ, ടെൻഷനുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതൊന്നുമില്ല, ഒരു മന്ത്രമില്ല, ഒന്നുമില്ല. നമ്മുടെ അതിൽ ആ ഹീബ്രു ലെറ്റേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ആ ഹീലിംഗ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ആദ്യമായിട്ടുള്ള ക്ലാസ്സാണ്. പെൻഡിലും ആദ്യമായിട്ട് കൈ പിടിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്താണ് അത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമല്ല, സ്പെയിനിൽ നിന്ന് വരുത്തിയ ഒരു പെൻഡുലമാണ്. അതെ അതെ അതെ. അപ്പോൾ അത് വൈറ്റ് മാജിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ ബ്ലെസ്സിങ്സും കൊണ്ടുവരാനായിട്ട്. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ് ഇത്. ബീച്ച് വുഡാണ് ഇത്. ഇതിന് 2 തലങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് മറ്റ് പെൻഡുലം പോലെയല്ല, ഇങ്ങനെ 2 തരത്തിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നു. അതിലൊന്ന്, ഈ 2 കട്ടുണ്ടാവും. ഈ പെൻഡുലങ്ങൾ നമ്മൾ പിടിക്കുമ്പോൾ വായുവിലുണ്ടാകുന്ന ചുഴികളുണ്ട്, അതിന് ഓരോ ഫ്രീക്വൻസി എനർജികൾ മാറും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സൈഡ് ഉപയോഗിക്കുമ്പോൾ അത് ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ വശം ഉപയോഗിക്കുന്നത് ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ്. അതാണ് 2 പ്രത്യേകത. മറ്റു പെൻഡുലങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഇതുപോലെ ഇപ്പോൾ ടാരോട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധാരാളം. ടാരോട്ടിൻ്റെ കാർഡുകൾ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ചിലർ ഇത് കിളിയെ കൊണ്ട് എടുക്കുന്ന പോലെയൊക്കെ എന്ന് പറയാം. ആ രീതിയിൽ നമുക്ക് ധാരാളം ഹീബ്രു ലെറ്റേഴ്സും, ഇതാണ് സ്പാനിഷ് ലെറ്ററും ഹീബ്രുവും കൂടിയാണ്. ഇതിൻ്റെ മലയാളം വേർഷനും കൂടിയും ചെയ്യുന്നുണ്ട് ഞാൻ. അതിൻ്റെ പ്രോസസ്സിലാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് മലയാളം മീനിങ്ങും ഇത് ഹീബ്രുവിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല, അത് സ്പാനിഷിൻ്റെ ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചെന്നുള്ളൂ. ഇതിൻ്റെ മീനിങ് വേറെയാണ്. അത് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ആദ്യം ഒന്ന് മാഡത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമുക്ക് നോക്കി. ഇപ്പോൾ ഈ ഭാഷ എനിക്കും അറിയില്ല, ഇത് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താലും മനസ്സിലാവും തൽക്കാലം. അപ്പോൾ ഇത്രയും ബഞ്ച് ഓഫ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സ്പെയിനിൽ നിന്ന് വരുത്തിയതാണ്. ഇത് സെറ്റായിട്ട് വരുത്തിയതാണ്. ഇത് ഏകദേശം 35-36 യൂറോ വില വരും. പോസ്റ്റിലെല്ലാം വരുമ്പോൾ ഏകദേശം ഇന്ത്യൻ വാല്യൂവിൽ 7000 രൂപയോളം ഇപ്പോൾ ഇതിന് വില വരും. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നമ്മൾ എല്ലാം നിരത്തി വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒരു 3-4 നമ്മൾ ഇങ്ങനെ ഇപ്രകാരം വയ്ക്കുക. ഇപ്പോൾ നമുക്കൊരു പരീക്ഷണം നടത്താം. ഓക്കെ, നമ്മളിപ്പോഴും ഇവിടെ ഒരു ഡെമോ പരീക്ഷിക്കുകയാണ്. മാഡത്തിൻ്റെ ഒരു കാര്യമാണ് പരീക്ഷിക്കുന്നത്. എനിക്ക് മാഡത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഹീബ്രു പെൻഡുലത്തിൽ നമ്മളിപ്പോൾ ഒരു നിയോഗം, ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കുന്നത് മാഡത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതെനിക്കും അറിയില്ല, മാഡത്തിന് അറിയുള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തുമാത്രം ഇത് വർക്കൗട്ട് ആകുന്നുള്ള ഒരു പരീക്ഷണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ 2 വശങ്ങളുണ്ട്. ഡയഗ്നോസ് ഇതാണ്. ഇത് ഒരുപക്ഷെ ജീവിതത്തിലെ ചലഞ്ചസ് ആകാം, ഒരുപക്ഷെ എന്താണ് ആവശ്യം എന്നുള്ളതാകാം. കാരണം ഇതെല്ലാം ഹീബ്രു ഭാഷകളാണ്. നമുക്കത് മൊബൈലിൽ തന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കാണാം. നമ്മുടെ വ്യൂവേഴ്സിനും അത് കാണാൻ സാധിക്കട്ടെ. നോക്കാം. ഇത് നമുക്ക് എല്ലാം നിരത്തി വയ്ക്കാം. ഇതൊരു 40 to 43 ലേബിൾസ് ഉണ്ട്. ഹീബ്രുവിലും സ്പാനിഷിലുമാണിത്. അപ്പോൾ ഇത് മുഴുവൻ നിരത്തി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ 1-2 പാർട്ടുകളായിട്ട്, ഇതിപ്പോൾ നമ്മൾ 5 പാർട്ടായിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും പാർട്ടിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓരോ പാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എനർജി ഫീൽ ചെയ്യാം. അതിങ്ങനെ നോക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഇത് ഒരു ഇതിൽ കാണിക്കുക. ഇതിൽ യാതൊരു മൂവ്മെൻറ്റും ഇല്ല. ഇതിൽ മൂവ്മെൻറ്റ് കിട്ടി. അപ്പോൾ തോന്നുന്നു ഇനി നമ്മളിനി അവിടെ നിന്ന് എടുത്തപ്പോൾ ഉള്ള മൂവ്മെൻ്റ് ആണെന്ന് തോന്നാം അല്ലേ? വേണ്ട, നമുക്ക് ഇപ്പുറത്തോട്ട് മാറാം. അത് നിന്നു അല്ലേ? ഇവിടെയോ? അപ്പോൾ കൈയുടെ അനക്കം കൊണ്ട് ഉണ്ടാവണമെന്നും അല്ല, വ്യത്യാസമുണ്ടല്ലോ മൂവ്മെൻറ്റിന് അല്ലേ? ഇതെല്ലാം നിൽക്കുക അല്ലേ? ഇവിടെ അല്ലേ അനങ്ങിയുള്ളൂ? ഒന്നുകൂടി നോക്കാം. അനങ്ങുന്നുണ്ട് അല്ലേ? ഇല്ലേ? ആ വ്യത്യാസമുണ്ട് ഇല്ലേ? അപ്പോൾ കൈ ഇങ്ങ് മാറ്റുമ്പോൾ ഉള്ള തേങ്ങലൊന്നും അല്ല. അതൊക്കെ സംഭവിക്കാം. അല്ല, അത് സംഭവിക്കാം. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വേണം. പക്ഷേ
ഇതും വേണമെങ്കിൽ മാഡത്തിന് പിടിക്കാം. ഇതിൽ വേറെ മന്ത്രങ്ങളോ ഒന്നുമില്ല, ആർക്കും പിടിക്കാം. ഒന്ന് പിടിച്ചു നോക്കിയാൽ ചുമ്മാ കയ്യിൽ എനർജി കിട്ടണമെന്ന് നോക്കിക്കോ. പരീക്ഷയുണ്ട്. ഇങ്ങനെ പാം ലോക്ക് ചെയ്തിട്ട് പിടിക്കുക. ഉള്ളം കൈ ഇതിൽ മാത്രം ഓരോന്നിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കിയേ. അടുത്തതിലേക്ക് മാറിക്കോ. മുന്നിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവോ? നോക്കി നോക്കോളൂ. അടുത്തതിലേക്ക് മൂവ് ചെയ്തോളൂ. ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിലേക്ക് വന്ന് അടുത്ത മൂവ്മെൻ്റ് എങ്ങനെയുണ്ട്? ഇവിടത്തേക്കാളും കൂടുതൽ മൂവ്മെൻ്റ് ആണ് അവിടെ കിട്ടി അല്ലേ? അടുത്തതിൽ നോക്കിക്കോ. കൈ ആയാസപ്പെട്ട് വലിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ കിട്ടുന്ന എനർജി ഇവിടെ കിട്ടുന്നില്ലല്ലോ. അതോ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇനി ഇവിടെ ഒന്നുകൂടി പിടിച്ചാൽ അത് നമുക്ക് ആ എനർജി നമുക്ക് മനസ്സിലാവണം. എല്ലാത്തിലും പിടിക്കുമ്പോൾ നമുക്ക് കയ്യിലൊരു ചെറിയൊരു അനക്കം നമുക്ക് കിട്ടും. ആ മൂവ്മെന്റ് വരുന്നുണ്ട് അല്ലേ? ക്ലോക്ക് വൈസ് ആണ്. ഇനി ഇത് തീർന്നിട്ടില്ല. അപ്പോൾ ഇതിനെ മാത്രം എടുക്കുക. ഇതിന് എത്ര എണ്ണം ഉണ്ട്? ഇതിന് കുറേ ഉണ്ട്. ഇതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിനെല്ലാം മാറ്റി. ചീട്ടുകളി പോലെയാണ്. അതിന് നമുക്ക് ഒരുമിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ്. ഇത് കൂടുതലുണ്ട്. ഇതിൽ നമുക്ക് കൂടുതലുണ്ടോ? അത്ര അധികമുണ്ട്. ഇതിനെ വീണ്ടും 2-3 നേരത്തെ ചെയ്ത പോലെ ആക്കാം. ഇല്ലെങ്കിൽ ഓരോന്നായിട്ട് ഓരോന്നിൻ്റെ മുകളിൽ പിടിച്ച് നോക്ക്. സ്വന്തമായിട്ട് ഇത് പഠിക്കാനുള്ള ആൾക്കാരെ പഠിപ്പിക്കാനുള്ളതാ. ഇത് എത്ര ഷോർട്ട് ടൈമിൽ മാഡത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും പഠിക്കാമെന്നുള്ളതാണ്. അടുത്തതിലേക്ക് എല്ലാത്തിലും ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടുന്നത് നോക്കുക. അപ്പം മാറി മാറി പിടിച്ചു പോവുക. ഇപ്പം പിടിച്ചപ്പോൾ തന്നെ നിന്നു ഇല്ലേ? അതല്ല എന്നുള്ളതാണ്. അടുത്ത് നിൽക്കുകയാണ്. അടുത്തതിൽ പോയിക്കോ. ഇത് ഡയഗ്നോസ് സ്കാനിങ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കയ്യിലെ തേക്കം വരും. നമ്മൾ മാഗ്നറ്റ് പിടിക്കില്ലേ? ആ മാഗ്നറ്റിൻ്റെ സെയിം പോൾ കൊണ്ടുവരുമ്പോൾ ഒരു വികർഷണമില്ലേ? അത് നമ്മുടെ കയ്യിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ വെറുതെ കല്ല് കെട്ടി തൂക്കിയ പോലെ ആവാണ് അല്ലേ? ഇടയ്ക്കൊന്ന് ആദ്യത്തെ മൂവ്മെൻറ്റ് കിട്ടിയതിലും പിടിച്ചു നോക്കുക. ഇതൊക്കെ ഡെഡാണ് അല്ലേ? നമുക്ക് ഇത്ര സെക്കൻഡ് 3 സെക്കൻഡിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാനായിട്ട്. കൂടുതൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് പോകും. ഇനി ഇതാണോ എന്ന് അത് നിൽക്കട്ടെ, അത് നോട്ട് ചെയ്യണം ഓരോന്നും. നമുക്ക് അവിടെ പോസിറ്റിവിറ്റി, ഇത് നെഗറ്റിവിറ്റി, അത് നമുക്ക് കണക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ നോക്കാൻ പറഞ്ഞല്ല. അതും പോസിറ്റിവിറ്റി. ഓക്കെ, അതില്ല. അപ്പോൾ ഏതൊക്കെ കിട്ടി? ഇത് പോസിറ്റിവിറ്റി, ഇത് നെഗറ്റിവിറ്റി, ഇത് പോസിറ്റിവിറ്റി. ഒന്നുകൂടി പിടിച്ചോ. ഏതാണെന്ന്? അതെ, നെഗറ്റീവ്. കറക്കണമല്ലല്ലോ മാഡം? ഉറപ്പല്ലേ? അതെ, അതാണ് രസം. ഇത് അല്ലേ? അവിടെ നോട്ടെ. പിന്നെ പോസിറ്റീവ് ഇത് കിട്ടി, ഇത് കിട്ടി, പിന്നെ ഇതും കിട്ടിയില്ല പോസിറ്റീവ്. അത് ഒന്നുകൂടി നോക്കിക്കോളൂ ഏതാണെന്ന്. അതല്ല, ഇതാണെന്ന് തോന്നണം. അതിങ്ങനെ പുഷ് ചെയ്ത് മാറുന്ന പോലെ തോന്നില്ലേ? ഇതല്ല. നമുക്ക് 3 എണ്ണമുള്ള കിട്ടിയേ. വേണ്ട, 2 എണ്ണം മതി. അതും പോസിറ്റീവാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതെന്താണെന്നുള്ളത് നമുക്കും ഇപ്പോൾ അറിയില്ല, നമ്മുടെ പ്രേക്ഷകർക്കും അറിയില്ല. അപ്പോൾ നമുക്കത് ഒന്ന് സ്കാൻ ചെയ്യാം. എങ്ങനെ സ്കാൻ ചെയ്യാം? ഇതിന് നമുക്കൊന്ന് സിമ്പിളായിട്ട് നമ്മുടെ ഇന്നത്തെ കണ്ടുപിടുത്തം ഏതാണ്? ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ മാഡമാണ്, ഇത് ഞാനല്ല, ഞാൻ ഒരെണ്ണം നോക്കിയുള്ളൂ. ആ ബഞ്ചിൽ നിന്ന് ഇപ്പോൾ മാഡം തന്നെ നോക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. യെല്ലോ, ബി പ്രാക്ടിക്കൽ, പ്രിസർവ്. യെല്ലോ കളറാണ് കാണിച്ചത്. ഇത് നമ്മൾ എന്താ കാണിച്ചിട്ടുള്ളത്?
പോസിറ്റീവാണ് നെഗറ്റീവാണ്? പോസിറ്റീവ്. യെല്ലോ. ഓക്കെ. ഇനി അടുത്തത് നെഗറ്റീവ് എന്തായിരുന്നു? മാർച്ച് ഓഫ് ദ നോക്കിംഗ് യു ഡൗൺ. നിങ്ങളെ തട്ടി താഴെ ഇടുന്ന ഒന്ന്, അത് തന്നെ നെഗറ്റീവ് കാണിച്ചത്. ഓക്കെ, കൊള്ളാം. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അത് നിങ്ങൾക്കറിയുള്ളൂ. പേഴ്സൺ, ഒരു വ്യക്തി. ഐ വിൽ ഗീവ്. റെഡ് പേഴ്സൺ. അതും പോസിറ്റിവിറ്റി അല്ലേ? അത് പോസിറ്റീവായിട്ടാണ്, ഇതും പോസിറ്റീവായിട്ട്, ഇത് നെഗറ്റീവ്. ഓക്കെ. നെഗറ്റീവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാർച്ച് നോക്ക് യു ഡൗൺ. വളരെ ശക്തി നിങ്ങളെ തള്ളി താഴെ ഇടുന്നു അല്ലേ? ഇതിൻ്റെ മലയാളത്തിലേക്ക് പോകാം. ഇതിൻ്റെ ഒരു പ്രശ്നം ഗ്രാമറാണ്. കാരണം ഇത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രേസ് പോലെ. അതെ, ഫ്രേസ് പോലെ കിട്ടുള്ളൂ. മലയാളം ട്രാൻസ്ലേറ്റ് ആവുന്നില്ല. ഇല്ല, മലയാളത്തിൽ മൊത്തം പോകും. പെർഫെക്റ്റ് പൾസേറ്റിംഗ് എനർജി. ചക്രങ്ങളെ സന്തുലമാക്കാൻ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. യെല്ലോ പോസിറ്റീവാണ്. അല്ല, നിങ്ങൾ ഇട്ടേക്കണ യെല്ലോ ആണ് ഷോള്. നോക്കി, അത് പോസിറ്റീവ് എനർജിയാണ്. കളർ എനർജിയിൽ പെടുന്നതാണ്. അതുമല്ല, കമ്മലും ഇനിയിപ്പോൾ ഞാൻ നോക്കിയെങ്കിൽ അത് നോക്കി യെല്ലോ ഞാനെടുത്തെന്ന് പറഞ്ഞാൽ യെല്ലോ ഇയർ റിങ്സും യെല്ലോ ഷോളും യെല്ലോ കിട്ടി. ഒന്നുകൂടി നോക്കി, യെല്ലോ തന്നെ അല്ലേ? യെല്ലോ തന്നെ അല്ലേ? നോക്കിയോ ഒന്നുകൂടി. യെല്ലോ. മഞ്ഞ, മലയാളത്തിൽ കിട്ടിയത് മഞ്ഞ. പ്രായോഗിക പുലർത്തുക, സ്ഥിരോത്സാഹം കാണിക്കുക, വികിരണം ചെയ്യാനുള്ള നിറങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും എനർജി പുറത്തേക്ക് വരുത്താനുള്ള കളറ് നിങ്ങൾ ഡ്രസ് കോഡിൽ ഏറ്റവും നല്ല മഞ്ഞയാണ്. നിങ്ങൾ തന്നെ എടുത്തതാണോ? ഞാൻ എടുത്തതൊന്നുമല്ല. നിങ്ങൾ തന്നെ പിന്നെ ചിന്തിച്ചതെന്ന് തോന്നുന്നു മഞ്ഞയാണ് ഇട്ടേക്കണേന്നാണ്. പക്ഷെ അതൊരു പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും അല്ല, നിങ്ങളുടെ ഇൻട്രപ്ഷൻ ആവാം. അപ്പോൾ മഞ്ഞ നിങ്ങളായിട്ട് റിലേറ്റഡ് ആയി. മറ്റൊന്ന് നിങ്ങളെ എന്ത് ചെയ്യുന്നു? നിങ്ങളെ തള്ളി താഴെ ഇടാൻ. അതല്ലേ മാർച്ച് യു പുട്ട് ഡൗൺ, നോക്ക് യു ഡൗൺ ആണ്. തട്ടി താഴെ ഇടാനുള്ള ഒന്നുണ്ട്. മറ്റൊന്ന് കാണിച്ചത് മരിച്ചവരുടെ നാട്. പെർഫെക്റ്റ് പൾസേറ്റി. എന്താണ് മരിച്ചവരുടെ നാട്? ഡെഡ് ലാൻഡ് പറയുമ്പോൾ എന്താണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത്? നിങ്ങൾ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ? മരിച്ചവരായിട്ടോ, മരിച്ചവരുടെ ആയിട്ടോ, ശവകുടീരങ്ങളോ എന്തെങ്കിലും നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങളെ പുഷ് ഡൗൺ ചെയ്യാൻ, തള്ളി താഴെ ഇടാൻ ആയിട്ട് ഉള്ള മെമ്മറികളായിട്ട് ബന്ധപ്പെട്ട് ഒന്ന്. അത് ഡെഡ് പേഴ്സൺസ് അതായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ എഴുതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൻഡുലം ഡയഗ്നോസിൽ പോയി കൂടുതൽ നമുക്ക് കിട്ടും. നമ്മുടെ ഈ ഷോർട്ട് ടൈമിൽ ഇത് പോവാം. ഇനി മൂന്നാമത്തെ പോസിറ്റീവ്, അത് നെഗറ്റീവാണ്. സംഗതി ഉണ്ട്. അപ്പോൾ സത്യമാണ്. വീഡിയോയിൽ പറയണ്ടെന്നുള്ളു. വേണ്ട, അത് പറയണ്ട. ഇത് സത്യമാണെന്നുള്ളത് പറഞ്ഞാൽ മതി. നമുക്ക് വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്, ഇറ്റ്സ് എ പേഴ്സൺ. അപ്പോൾ കണക്റ്റായി. ഇത് രണ്ടുമാണ് കണക്റ്റഡ് ആയത്. ഇത് നിങ്ങളുടെ എനർജി. പോസിറ്റീവാണ്. അതൊരു പോസിറ്റീവ് വ്യക്തിയാണത്. ആ പോസിറ്റീവ് വ്യക്തി. നിങ്ങൾ ആരെങ്കിലും ജീവിച്ച് ഇരിക്കുന്നവർ പെട്ടെന്ന് മരിക്കുന്നുള്ള ഒരു ഭയമുണ്ടോ? അത് വേറെ ഒന്ന്. അത് മരിച്ചവരുടെ ലാൻഡ്. ഇനി ഏതെങ്കിലും വ്യക്തിക്ക് ഒരു മരണം സംഭവിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? നിങ്ങളെ ഒരു ഫിയർ മോഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഭർത്താവ് മരിച്ചാൽ എന്ത് ചെയ്യും? നാച്ചുറലി ഉണ്ട്, നാച്ചുറലല്ല, കൂടുതലായിട്ട് വറി ചെയ്യുന്ന ഏതെങ്കിലും പേഴ്സണാലിറ്റി ഉണ്ടോ? ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് എൻ്റെ അറിവിൽ മരിച്ച വ്യക്തി അതുണ്ട്. അത് ഡെഡ് ലാൻഡ് എന്നുള്ള മരിച്ചവരുടെ സ്ഥലം എന്നുള്ളതിലേക്ക് നമ്മൾ വെച്ചു. നിങ്ങൾ ആ ചിന്തകൾ നിങ്ങളെ
പുഷ് യു ഡൗൺ, നിങ്ങളെ നിലം പരിച്ചാകുന്ന ചിന്തകളാണിത്. അത് നെഗറ്റീവാണ്. പക്ഷേ ഈ പേഴ്സൺ ഏതായിരിക്കണം? ആ വ്യക്തിനെ കൂടി നമുക്ക് ബന്ധപ്പെടുത്തുന്നുണ്ട്. അത് പോസിറ്റീവാണ് പക്ഷേ, അല്ലേ? റെഡാണ്, റെഡ് പേഴ്സണാണ് ഞാൻ പറഞ്ഞത്, റെഡ് പേഴ്സൺ. ഓക്കെ, 2 കാര്യങ്ങൾ നമ്മൾ ഫൈനലൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരു ഹീലിംഗ് സെഷൻ നമുക്ക് ചെയ്യാം. ഹീലിംഗ് സെഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പെൻഡുലത്തിന് അതിനെ എടുക്കുക, ആ കാർഡിനെ എടുക്കുക, പെൻഡുലം തരിക. ഇതിനെ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഇതിൻ്റെ എനർജി ഇംപ്രിൻ്റ് ചെയ്യുകയാണ്. ഇതിടുമ്പോൾ നമ്മൾ ഈ റബ്ബർ ബാൻഡ് വേർഡ്സ് കട്ട് ചെയ്യാതെ ഇടണം. അതിനുശേഷം ഇത് പറഞ്ഞ് ഡയഗ്നോസാണ്, ഇത് ഹീലിംഗ് ആണ്. ഇത് പിടിച്ച സ്വന്തം തന്നെ ഹീൽ ചെയ്തോ. ഇതിന് പ്രത്യേകിച്ച് കമാൻഡുകൾ പറയണം ഒന്നും വേണ്ട, പിടിച്ചാൽ മതി. കൈ അടച്ച് പിടിച്ചു ഉള്ളിൽ, അല്ല ഇത് ഈ തമ്പ് ആൻഡ് 4 ഫിംഗർ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. എന്നിട്ട് വെറുതെ ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. എന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കുക. മൂവ്മെൻറ്റ്സ് നോക്കിക്കോ. മനസ്സിൽ പറയുക, ആ ഭയങ്ങൾ എല്ലാം പോട്ടെ. ഇപ്പം നെഗറ്റീവായിരുന്നല്ലോ, ആ നെഗറ്റീവ് എല്ലാം പോട്ടെ എന്ന് മനസ്സിൽ പറയാം. പേടിയൊന്നുമില്ലല്ലോ, ടെൻഷനുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതൊന്നുമില്ല, ഒരു മന്ത്രമില്ല, ഒന്നുമില്ല. നമ്മുടെ അതിൽ ആ ഹീബ്രു ലെറ്റേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ആ ഹീലിംഗ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ആദ്യമായിട്ടുള്ള ക്ലാസ്സാണ്. പെൻഡിലും ആദ്യമായിട്ട് കൈ പിടിക്കുകയാണ്. അതിൻ്റെ സബ് കോൺഷ്യസ് ടെൻഷനൊന്നും വേണ്ട. കണ്ടുപിടിച്ചില്ലേ, അപ്പോൾ ഹീൽ ചെയ്യാനും പറ്റും. മനസ്സിൽ പറയാം, നമ്മൾ വൈറ്റ് മാജിക്കും പറഞ്ഞില്ലേ, ഇത് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ആ എനർജി വരുന്നതിനെ കളയാനായിട്ട് മനസ്സിൽ ഇൻറ്റൻഷൻ വയ്ക്കുക. മനസ്സിൽ പറഞ്ഞാൽ മതി, അത് മാറിപ്പോവാനായിട്ട്. ഓക്കെ, കട്ട് ചെയ്യാം. പോസിറ്റീവായിട്ട് കറങ്ങാൻ തുടങ്ങിയല്ലേ? അപ്പോൾ ഇതുപോലെ ഇത് ഹീൽ ചെയ്യുന്നവർക്ക് കൊടുക്കുമോ? കയ്യിൽ പെൻഡുലം ഓരോരുത്തർക്കും ഒരു സെറ്റ് മേടിക്കണം. അവർക്ക് ഇത് കുറേ പഠിക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് വളരെ സിമ്പിളായിട്ട് ഒരു ഡെമോ കാണിച്ചെന്നുള്ളൂ. ഇത് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ അവരവർ തന്നെയാണ് ചെയ്യുന്നത്, സാറാണോ ചെയ്ത്? ഞാൻ ചെയ്യുന്നത് ഒരു ഹീലിംഗ് ചെയ്യുകയും അതിൻ്റെ ഒപ്പം തന്നെ അവരെ പഠിപ്പിച്ച് സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു പ്ലാൻ എന്നുള്ളത്, വെള്ളത്തിൽ വീണ ഒരാളെ രക്ഷിക്കാനായിട്ട് നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് സാധിക്കും. പക്ഷെ എപ്പോഴൊക്കെ ഒരു വ്യക്തി വെള്ളത്തിൽ വീഴുന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ വ്യക്തി നീന്തൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു നീന്തൽക്കാരനെ കൂടെ കൊണ്ടുപോകാനേക്കാളും നല്ലത് സ്വയം നീന്തൽ പഠിക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ എനർജി ഹീലിങ്ങിൽ ധാരാളം സമ്പത്ത് നഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും ഹീലേഴ്സിനെ തേടിപ്പോകുന്ന വ്യക്തികളാണ്. എൻ്റെ ഭൂരിഭാഗം ക്ലയൻസും 1-2 സെഷൻ കഴിഞ്ഞ് ഞാൻ അവരോട് പഠിക്കാൻ പറയും. പലതും ഫ്രീ കോഴ്സുകൾ ഞാൻ കൊടുക്കും, പെയ്ഡ് കോഴ്സസും ഉണ്ട്. അവർക്ക് തന്നെ ബോധ്യപ്പെടും, അവർ തന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങും, അവർ തന്നെ ആശ്വാസം കണ്ടെത്തും. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ പഠിപ്പിച്ച്, നമ്മൾ പറയും പട്ടിണി മാറ്റാനായിട്ട് ഫിഷ് വളർക്കേണ്ട, ആഫ്രിക്കയിൽ ചൊല്ലുണ്ട് ഹൗ ടു ക്യാച്ച് ഫിഷ് എന്നുള്ളത്. അവരെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ മതി, പിന്നെ അവൻ മീൻ പിടിച്ച് പോയിക്കോളും. ആ രീതിയിലാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് പഠിച്ചാൽ സിമ്പിളാണ്. ഇപ്പോൾ ഇത് ഒരു 2-3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ വളരെ പവർഫുള്ളായിട്ട് മാഡത്തിന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആദ്യമായിട്ട് എടുത്ത നമ്മുടെ സബ് കോൺഷ്യസ് കുറേ നമ്മൾ ബ്ലോക്ക് ചെയ്യും. കാരണം എന്താണ് ഏതാണ്, അതെ ശരിയാവും, ക്യാമറയുടെ മുന്നിലാണ്, ഈ തോട്ട്സൊക്കെ നമ്മുടെ പുറകിലുണ്ട്. ഇത് നമ്മൾ ശാന്തമായിട്ടിരുന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് വളരെ പവർഫുള്ളായിട്ട് കറങ്ങുന്നത് കാണാം. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഇത് നമ്മുടെ ഒട്ടും തന്നെ കോൺഷ്യസ് ഇതില്ല. കാരണം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പല പാറ്റേണിലുള്ള മൂവ്മെൻറ്റ്സുകളും എല്ലാം
അത് പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. നമുക്കതൊരു ക്യാമറയിൽ കുറച്ച് സമയത്ത് കാണിച്ചുകൊണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടുതലായിട്ട് ആ എനർജി മനസ്സിലാക്കാം. അത് നമ്മുടെ അടുത്ത ജീവിതങ്ങളിലേക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. നമുക്ക് തന്നെ മനസ്സിലാവും എനിക്ക് ചേഞ്ചസ് ഉണ്ടെന്നുള്ളത്. അതാണ് അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ഇത് പഠിക്കുന്നവർ എൻ്റെ കൂടെയുണ്ട്. നമുക്ക് പറയില്ലേ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. അപ്പോൾ ഇത് പഠിക്കുന്നവർ ദീർഘകാലങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതിൻ്റെ കാരണം ഇത് വളരെ അമൂല്യമാണ്, ഇത് പ്രാക്ടിക്കലാണ്, എഫക്റ്റീവാണ് എന്നുള്ള തിരിച്ചറിവുകളാണ്.